ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രാവിനൊക്കെ വളർത്താൻ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ സ്ഥലമില്ല എന്ന് പറയുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെയും കൊണ്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ സുനിലിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ അവൻ്റെ വീട്ടിൽ പോയപ്പോൾ ജസ്റ്റ് അവിടെ കണ്ടത് ഒന്ന് എൻ്റെ ചാനലിലൂടെ മറ്റുള്ളവർക്കും കാണിക്കാമെന്ന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ 1.5 സെൻറ്റ് സ്ഥലമുള്ളൂ. അതിലൊരു 2 നില വീടും അതിൻ്റെ മുകളിൽ പ്രാവും കൂടും. അപ്പോൾ അവൻ്റെ പ്രാവും കൂടെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്തപ്പോൾ അത് ജസ്റ്റ് ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ എടുത്താണ്. കാരണം ഇത് മൊബൈലിലാണ് വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സാധാ ഇയർഫോണാണ്. അപ്പോൾ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ കൂടുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ കൂട്ടിൽ അവൻ എന്തൊക്കെ ഐറ്റം ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് അവൻ്റെ രീതികൾ, അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് ചെയ്യുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൗഡർ, പിന്നെ ഏറ്റവും മെയിനായിട്ട് അവൻ ചെയ്യുന്നത് ബർപ്പൻസാണ്. നല്ല ക്വാളിറ്റി ഉള്ള ബർപ്പൻസ്, പിന്നെ ഫാൻറ്റയിൽ അമേരിക്കനും ഇന്ത്യനും വളരെ കുറച്ചുള്ളെങ്കിലും വളരെ നല്ല വൃത്തിയിൽ നല്ല സൂക്ഷ്മതയിലാണ് അവൻ ചെയ്യുന്നത്. പിന്നെ അവൻ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തീറ്റ ചെയ്യുന്നുണ്ട്. 15 ഐറ്റം മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ളൊരു തീറ്റ അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള തീറ്റയാണ്. നല്ല ക്വാളിറ്റി ഉള്ള നല്ല എ ക്ലാസ് തീറ്റയാണ്. അപ്പോൾ അതും എല്ലാവരും വാങ്ങുക. അതായത് താല്പര്യമുള്ളവർ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഇത് വാങ്ങുക. പിന്നെ അവനെ സപ്പോർട്ട് ചെയ്യുക, അതോടൊപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുക മെയിനായിട്ട്. അപ്പോൾ അവനക്കൊരു സപ്പോർട്ടിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് ഒന്നുകൊണ്ടൊന്ന് നോക്കി നോക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ മെയിനായിട്ട് ഈ പൗഡറിനെ വളർത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷോക്കും വേണ്ടിയിട്ടും പിന്നെ ആൾക്കാരെ ഓർഡർ അനുസരിച്ച് ബ്രീഡ് ഏജിന് കൊടുക്കാറുള്ളൂ. അല്ലാണ്ട് നമ്മി ബ്രീഡ് ചെയ്യിക്കുന്ന പോലെ ചന്നം പിന്നെ ബ്രീഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു 28 ദിവസം കഴിയുമ്പോൾ അടുത്ത അഴുകിയിപ്പിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഡെവലപ്ഡ് കറക്റ്റ് ട്രീറ്റ്മെൻറ്റും കറക്റ്റ് ഫുഡും കറക്റ്റ് ടൈമിങ്ങും ഒക്കെ വെച്ചിട്ടാണ് ബ്രീഡ് ചെയ്യിക്കുന്നത്. എന്നാലേ നമുക്ക് കൃത്യമായിട്ടുള്ള ക്വാളിറ്റി കിട്ടുള്ളൂ എന്നറിയാം. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത് ഷോക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഒരു അഴുക്കുമാരി കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീറ്റ എടുത്തിട്ട് മൂപ്പരാൾ എപ്പോഴും പെർഫോം ചെയ്തിരിക്കുന്നതാണ്, എപ്പോഴും പൗട്ട് ചെയ്തിരിക്കും. പിന്നെ ബർപ്പൻസ് കഴിഞ്ഞ പ്രാവശ്യം ചാമ്പ്യൻഷിപ്പ് അടിച്ചൊരു ബർപ്പൻസ് ഉണ്ട് കയ്യിൽ, അതിനൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ബർപ്പൻസ് തന്നെ വളരെയധികം വെറൈറ്റികൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഉണ്ട് നമ്മളെ കൂട്ടുകാരൻ സുനിലിന്. അപ്പോൾ ഈ ഫാൻറ്റയിലൊക്കെ ഇങ്ങനെ മുട്ടടിച്ച മാതിരി നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നല്ല ബ്രീഡിങ്ങിന് നല്ല റിസൾട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടും പിന്നെ അതിൻ്റെ ടെയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വീണെടുക്കാണ്ട് കറക്റ്റ് പൊസിഷനിൽ കിട്ടാനൊക്കെ വേണ്ടിയിട്ടായിട്ട് കട്ട് ചെയ്ത് ലെവൽ ചെയ്തൊക്കെ നിർത്തുന്നതാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളിൽ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം എന്നേക്കാൾ കൂടുതൽ അറിവുള്ളവരായിരിക്കും ഒരു പക്ഷേ ഇത് കാണുന്നവരുണ്ടാവും, എന്നേക്കാൾ കൂടുതൽ അറിയുന്നവരുണ്ടാവും. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തുടക്കം മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ഒരു കൗതുകത്തിൻ്റെ പേര് മാത്രം ചെയ്യുന്നതാണ് ഈ വീഡിയോസൊക്കെ. അപ്പോൾ പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ആരും കളിയാക്കാനൊന്നും നിൽക്കരുത്. കാരണം എനിക്ക് എൻ്റെ അറിവ് പരിമിതി എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഈ കാണുന്ന ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ പ്രാവശ്യം ചാമ്പ്യൻഷിപ്പ് അടിച്ചെന്ന് പറഞ്ഞ ഇതാണ്. അപ്പോൾ പ്രാവശ്യം 30 ചാമ്പ്യൻഷിപ്പിനൊന്നും ഇറക്കിയിട്ടില്ല, ഒരു സെറ്റ് ബ്രീഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം ഒരു കൊല്ലത്തിന് ശേഷമാണ് ഇതിനെ ബ്രീഡ് ചെയ്യിപ്പിച്ച് ഇപ്പോൾ 2 കുട്ടികൾ ഇറങ്ങിയിട്ട് അതേ ക്വാളിറ്റി സെയിം ലെവലിലുള്ള 2 കുട്ടികൾ ഇറങ്ങിയിട്ട്. അതുപോലെ തന്നെ ഫാൻറ്റയിൽ, ഇപ്പോൾ ഈ ഫാൻറ്റയിലിനൊക്കെ കാണുമ്പോൾ ഒരുമാതിരി ഈ മുട്ടടിച്ചെടുത്തേക്കണ നമുക്കൊന്നും ക്ലിയർ ഉണ്ടാവില്ല, അതായത് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. പക്ഷേ ഇതിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ക്വാളിറ്റി ആ ലെവലായിരിക്കും. ചില കുട്ടികളെ നിർത്തും എന്നിട്ട് ഷോക്കൊക്കെ ഇറക്കും. ചിലർ ആൾക്കാർ കാണുമ്പോൾ അതിനെ ഓർഡർ അനുസരിച്ച് കൊടുക്കും. അപ്പോൾ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഈ പൗട്ടറിനുണ്ടാകും. കാരണം മൂപ്പരാൾ ഫുൾ ടൈം പൗട്ട് ചെയ്ത് അത്രയും പെർഫോമൻസിലായിരിക്കും നിൽക്കുക. ഇനിയും ഉണ്ടാവും. കാരണം ഇപ്പോൾ മൂപ്പരാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കണമായിരുന്നു. എടുത്ത് ഏതെങ്കിലും ഒരു പ്രാവിനെ അങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ പൗട്ട് ചെയ്ത് തനി നിറം പുറത്തെടുക്കും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും നല്ല ഫിനിഷിങ്ങും ഒക്കെ ഉണ്ട്. എനിക്ക് പ്രാവിനെ കുറിച്ച് കറക്റ്റായിട്ട് വല്ലാണ്ടുള്ള അറിവില്ല, പക്ഷേ എനിക്ക് കണ്ടെടുത്തോളം ഞാൻ കണ്ടിട്ടുള്ള പൗട്ടറിൽ നല്ല വൃത്തിയുള്ളതാണ്. ഇതിനും നല്ലതും അല്ലെങ്കിൽ ഇതിനേക്കാൾ മികച്ചതൊക്കെ ആയിട്ടുള്ള ഓരോരുത്തരുണ്ടാവും. പക്ഷേ ഞാൻ കണ്ടത് ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ എനിക്ക് നല്ലൊരു വൃത്തിയും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. പിന്നെ ഫാൻറ്റയിലുണ്ട്, നല്ല ഫാൻറ്റയിൽ. പക്ഷേ ഈ ഫാൻറ്റയിൽ എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പീലി, അതായത് ടൈലിൻ്റെ ആ ഭാഗത്ത് കുറച്ച് 3-4 തൂലുകൾ കട്ടായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിനും കറക്റ്റായിട്ട് നല്ല വിരിഞ്ഞ് നിൽക്കാറുള്ളതാണ്, നല്ല ഇതന്നെ. അതുപോലെ തന്നെ മറ്റേ നമ്മളെ അമേരിക്കൻ ഫാൻറ്റയിലും ഓൾഡ് ലൈനുണ്ട് ന്യൂ ലൈനുണ്ട്. വളരെ കുറച്ചുള്ളെങ്കിലും പക്ഷെ നല്ല വൃത്തിയിലും നല്ല നീറ്റിലും കറക്റ്റ് ടൈമിങ്ങിനനുസരിച്ച് ബ്രീഡിങ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളെ നമുക്ക് കിട്ടും. അതെല്ലാവർക്കും അറിയുന്നതാണ്. അല്ലാണ്ട് നമ്മളിങ്ങനെ മാസം ഇങ്ങനെ ബ്രീഡ് ചെയ്യുന്നതിനേക്കാളും ഇതിന് കറക്റ്റായിട്ട് ഡെവലപ്ഡ് ബ്രീഡ് ചെയ്യിക്കുമ്പോൾ പിന്നെ ഈ ബർപ്പൻസിൽ തന്നെ വെറൈറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ നമ്മൾ
വേറെ ഇതായിട്ടും ഇത് ഇവിടുത്തെ ഫീമെയിലാണ് കേട്ടോ. ഫീമെയിൽ മൂപ്പരാൾ ഭയങ്കര കുറുകലാണ്, ഫീമെയിലാണ് പൗഡറിത്തെ. അപ്പോൾ ഇത് എടുത്ത് ഏതെങ്കിലും ഒരു ഇതിനെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പരാൾ ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും. അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റി ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള എന്തെങ്കിലും ബേഡ്സിനൊക്കെ വേണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നമ്പർ അവസാനം ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബർപ്പൻസിൻ്റെ ഒക്കെ നല്ല ക്വാളിറ്റി കിട്ടും. അതുപോലെ തന്നെ തീറ്റ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ക്വാളിറ്റിയാണ്. കാരണം 10-15 ഐറ്റംസ് മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ്. അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അവനെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കറക്റ്റായിട്ട് പറഞ്ഞുതരും. അപ്പോൾ ഇതിൻ്റെ കൂടെ ആർക്കെങ്കിലും തീറ്റ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനായിട്ട് കോൺടാക്ട് ചെയ്യുക. അതിപ്പോൾ എത്ര കിലോ വേണമെന്നുണ്ടെങ്കിൽ അത്രയും കിലോ അവൻ പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി തരും. ഓൾറെഡി ഇപ്പോൾ അവൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. ഇനിയിപ്പോൾ സ്റ്റോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ അവൻ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്തിട്ട് അവനെ റെഡിയാക്കി തരുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഇതുപോലെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെയും വിളിക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ചാമ്പ്യൻഷിപ്പിന് ഇറക്കിയാണ് മൂപ്പരാൾ. ഇപ്പോൾ കൊല്ലം ഇറക്കാത്ത കാരണം കുറച്ച് ട്രെയിനിങ്ങിൻ്റെ കുറവുണ്ട്. അതുകൊണ്ടാണ് മൂപ്പരാൾ ഇങ്ങനെ പേടിച്ചാൽ മതി നടക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പക്കായിട്ട് നിൽക്കണതാണ്. മറ്റ് പേടികളൊന്നും ഇല്ലാണ്ട് കറക്റ്റ് എങ്ങനെയാണ് ഷോക്ക് നിൽക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ തീറ്റയിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം മിക്സിങ് ഉണ്ടെന്നതിൽ. അപ്പം ഈ തീറ്റ താല്പര്യമുള്ളവർ വാങ്ങുക. അപ്പോൾ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇവനെ സപ്പോർട്ട് ചെയ്യുക. ഈ തീറ്റ ആവശ്യക്കാർ വാങ്ങുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടവർക്ക് ഇത്ര നാൾ സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. നമസ്കാരം. താങ്ക് യു.